രാത്രിയിലെ ആ ചെറിയ യാത്ര ഇത്രയും ഓർമ്മകൾ സമ്മാനിക്കുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല. അന്ന് രാത്രി ഒരു ചെറിയ പാർട്ടിക്ക് പോകാനായിരുന്നു പ്ലാൻ. ക്യാമറയുടെ മുന്നിൽ നിന്ന് മുടിയൊന്ന് ശരിയാക്കി ഒരു ചെറിയ സ്റ്റൈൽ ഷോട്ടും എടുത്തു. ഡോർ പൂട്ടി പുറത്തിറങ്ങിയപ്പോഴേക്കും ഗോഡ് സ്കൂട്ടിയുമായി എത്തിയിരുന്നു. ഞാൻ പിന്നിൽ കയറി യാത്ര തുടങ്ങി. ഞങ്ങൾ കുറച്ച് വൈകിയതുകൊണ്ട് ഗോഡ് വണ്ടി നല്ല സ്പീഡിൽ ഓടിച്ചു. അധികം വൈകാതെ റെസ്റ്റോറന്റിലെത്തി. ഞങ്ങൾ എത്തിയപ്പോൾ എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി കാത്തു നിൽക്കുകയായിരുന്നു. അകത്ത് കയറി എല്ലാവരുടെയും കൂടെ ഇരുന്നു. അതിനിടയിൽ റെസ്റ്റോറന്റിലെ മനോഹരമായ പെയിന്റിങ്ങുകൾ എന്റെ ശ്രദ്ധ പിടിച്ചുപറ്റി. അവ നോക്കി നിൽക്കുമ്പോഴേക്കും ഫുഡ് എത്തിത്തുടങ്ങി. പ്രിൻസി എല്ലാവർക്കും ഭക്ഷണം വിളമ്പാൻ തുടങ്ങി. ഞാൻ കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ച് കഴിക്കാൻ തുടങ്ങി. അതേസമയം ഗോഡിന് സെൽഫി എടുക്കാനുള്ള തിരക്കായിരുന്നു. പ്രിൻസി എല്ലാവർക്കും ഡ്രിങ്ക്സ് ഒഴിച്ചു കൊടുക്കുന്നു. ഗോഡ് മോജിറ്റോ ആസ്വദിച്ച് കുടിക്കുകയാണ്. അതിനിടയിൽ തമാശകളും കളിയാക്കലുകളും ചിരികളും നിറഞ്ഞ നിമിഷങ്ങൾ. ഗോഡ് എടുത്ത ഒരു സെൽഫി സൂം ചെയ്ത് ഓരോരുത്തരുടെയും മുഖഭാവം നോക്കി പ്രിൻസി പറയുന്ന കമന്റുകൾ കേട്ട് എല്ലാവരും ചിരിച്ചു. അതിനിടയിൽ അടുത്ത വിഭവങ്ങളും മേശയിലെത്തി. ഗോഡിന്റെ മോജിറ്റോ മാത്രം ഇതുവരെ തീർന്നിട്ടില്ല. അപ്പോഴാണ് വികാസ് സാർ ഒരു ചെറിയ കഥ പറഞ്ഞത്. അത് കഴിഞ്ഞ് എല്ലാവരും വീണ്ടും ഭക്ഷണത്തിലേക്ക്. അവിടുത്തെ പൊറോട്ട നാട്ടിലേതിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായിരുന്നു. അതിന്റെ രുചിയും വേറെയായിരുന്നു. വികാസ് സാറിന് പെട്ടെന്ന് പോകേണ്ടതുണ്ടായിരുന്നതിനാൽ അദ്ദേഹം വേഗം ഭക്ഷണം കഴിച്ച് യാത്ര പറഞ്ഞു. ഞങ്ങൾ ബാക്കിയുള്ളവർ പതുക്കെ ഭക്ഷണം ആസ്വദിച്ചു. അതിനിടയിൽ കൽപ്പന പൊട്ടിച്ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ബിൽ വന്നപ്പോ ആ ചിരി മാറുമോ എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ അവസാനം പ്രിൻസി ബിൽ വാങ്ങി പേ ചെയ്തു. പുറത്തിറങ്ങുന്നതിന് മുമ്പ് റെസ്റ്റോറന്റിലെ വലിയ മിററിന് മുന്നിൽ നിന്ന് ഒരു വീഡിയോ എടുത്തു. ആ ഷോട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമായി. എല്ലാവരോടും യാത്ര പറഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ചെറിയ മഴ പെയ്തിരുന്നതിനാൽ സ്കൂട്ടിയുടെ സീറ്റ് നനഞ്ഞിരുന്നു. ഗോഡ് അത് തുടച്ച് വൃത്തിയാക്കി. വീണ്ടും യാത്ര തുടങ്ങി. ഒരു സിഗ്നലിൽ നിൽക്കുമ്പോൾ മനോഹരമായ ലൈറ്റുകളുമായി ബസുകൾ ഒന്നിന് പിന്നാലെ ഒന്നായി പോകുന്നത് കണ്ടു. ആ കാഴ്ച കുറച്ചു നേരം നോക്കി നിന്നു. ചെറിയൊരു പാർട്ടിക്കായി തുടങ്ങിയ ആ രാത്രി ഒടുവിൽ ചിരിയും രുചിയേറിയ ഭക്ഷണവും മഴയും യാത്രയും മനോഹരമായ ഓർമ്മകളും സമ്മാനിച്ച ഒരു രാത്രിയായി മാറി.